ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൊരു ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചൊരു ബ്രേസ്ലെറ്റാണ് കേട്ടോ ഇത്. തൈര് വള്ളി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ കൈയിൻ്റെ അളവനുസരിച്ച് നമ്മൾ വള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്രാവശ്യം നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ബ്രേസ്ലെറ്റ് പോലെയല്ല, ഹുക്കും പിന്നെ ഒരു സർക്കിൾ പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് ബ്രേസ്ലെറ്റ്. ആദ്യമേ നമ്മൾ ഈ വള്ളിയിലേക്ക് ഇതുപോലത്തെയാണ് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ബ്രേസ്ലെറ്റ്. പക്ഷെ ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മറ്റേ ടൈപ്പ് ബ്രേസ്ലെറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യമേ ഈ ഹുക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. ഈ വള്ളി ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ കുറേ പ്രശ്നം ഇത് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു ടിപ്പെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ തന്നെ ഒരു ഐഡിയ നോട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ബീറ്റ്സൊക്കെ എടുത്ത് വെക്കുക. കൂടാതെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ചെയ്തത്. പക്ഷേ വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡിസൈൻ കണ്ടുപിടിച്ച് അതിനുള്ള ബീഡ്സ് എടുത്ത് മാറ്റി ഇന്ന സൈഡിൽ എന്തൊക്കെ വേണം, ഇന്ന സൈഡിൽ എന്തൊക്കെ വേണം പേര് കൊടുത്തിട്ടാണ് അതിന് കറക്റ്റ് ലെറ്റേഴ്സ് എടുത്ത് വെക്കുക. അതാണ് ഇത്തിരി കൂടി നല്ല ബെറ്ററായിട്ടുള്ളൊരു ഐഡിയ ഇതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ആദ്യമേ 2 ക്രിസ്റ്റലായിട്ടുള്ള ബീഡ്സാണ് വെക്കുന്നത്, ക്ലിയർ ബീഡ്സ് പോലത്തെ. അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ മുഴുവൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ ബീഡ്സ് ഇടാനായിട്ട് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുമ്പോഴേക്കും അതും കൂടി ശ്രദ്ധിക്കണം, നമ്മളെല്ലാ ബീഡ്സും ഇടുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ ഫ്ലാറ്റ് ബീഡ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എല്ലാം കൂടി കൂട്ടത്തിലെടുക്കുക. കൂട്ടത്തിലെടുത്ത് പെട്ടെന്ന് ഇടുവാണെങ്കിൽ പെട്ടെന്ന് കോർക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഡറാണ് വാങ്ങിച്ചത്. ആദ്യത്തെ ഞാൻ കോർക്കുമ്പോൾ ഉള്ള സംഭവം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓർഡർ മനസ്സിലാവും. കണ്ടോ, ഇപ്പോൾ ഞാൻ ഫ്ലവറിൻ്റെ ബീഡാണ് ആദ്യം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്ലാറ്റ് ബീഡ്സ് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ ഇതാക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കോർത്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഇത്തിരി ടൈമുള്ള പരിപാടിയാണ്, എന്നാലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ലൊരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കാം. പാർട്ട് ടൈം ബിസിനസ്സായിട്ടാണെങ്കിലും എങ്ങനെയായാലും നമുക്കത് കൊണ്ട് നടക്കാൻ പറ്റും. ഈ ചെയിൻ്റെ അകത്ത് ഹുക്ക് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോക്കറ്റ് ഇടാം. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ലോക്കറ്റ് വെച്ചിട്ടുള്ളത് കാണിക്കാം കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ പേര് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കൊടുക്കുന്നത്. ലിജി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ലെറ്റേഴ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനനുസരിച്ച്. അമ്മയ്ക്കൊരു സർപ്രൈസിന് വേണ്ടിയാണ് എടുത്തത്. ഞാൻ നമ്മുടെ അളവ് കറക്റ്റ് കൈവച്ചിട്ട് നോക്കി എടുത്തായിരുന്നു, എന്നാലും അതിത്തിരി ലൂസായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. ആ ഹുക്ക് ഇട്ടപ്പോൾ നല്ല രസമല്ലായിരുന്നോ? ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്കും ഇതുപോലത്തെ ഈ കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മീഷോ ചെക്ക് ചെയ്താൽ മതി. ബൈ.